പേണ്ടാനമ്മയിൽ എന്ന ഈ അതിമനോഹര ഗ്രാമത്തിലെ എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അതുപോലെ തന്നെ ഇവിടെ വ്യാപാര മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, അതോടൊപ്പം ഇവിടെ വാഹന മേഖലകളിലും അതുപോലെ തന്നെ കാർഷിക മേഖലകളിലും അതുപോലെ നിർമ്മാണ പ്രവർത്തനങ്ങളിലും ആ മേഖലകളിലുമൊക്കെ തൊഴിൽ ചെയ്ത് ഉപജീവനം നടത്തുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെയും ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിയുടെയും അഭിവാദ്യങ്ങൾ. പ്രിയമുള്ളവരെ, ഇവിടെ ഈ നവരാഷ്ട്രീയ സന്ദേശ യാത്ര എന്നതുകൊണ്ട് വിവക്ഷിക്കുന്നത് എന്താണ് എന്നും നമ്മൾ ഇന്നത്തെ ഈ രാഷ്ട്രീയ മേഖലയിൽ എത്രമാത്രം നിതാന്ത ജാഗ്രത കൈക്കൊള്ളണം എന്നുള്ള കാര്യങ്ങളെ പറ്റിയുമൊക്കെ ചെറിയ രീതിയിൽ വിശദീകരിക്കുന്നതിനുമൊക്കെ ആയിട്ടാണ് നിയോജക മണ്ഡലം തലത്തിൽ, പാലാ നിയോജക മണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ ഇങ്ങനെ ഒരു നവസന്ദേശ യാത്ര ആം ആദ്മി പാർട്ടി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇപ്പോൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പൊക്കെ നമ്മുടെ മുഖതാവിലെത്തി നിൽക്കുമ്പോൾ, നമ്മുടെ മുൻപിൽ നിൽക്കുമ്പോൾ നാം രാഷ്ട്രീയ മേഖലയെ പറ്റി ഏറെ ജാഗ്രത പുലർത്തേണ്ട ഒരു സമയമാണ്, സാഹചര്യമാണ്. കാരണം പ്രിയമുള്ളവരെ, ഇവിടെ കേന്ദ്രം ഭരിക്കുന്ന BJP ഗവൺമെന്റ്, നമ്മൾ അവിടെയാണ് ഏറെ ജാഗ്രത കൊടുക്കേണ്ടത്. ഇപ്പോൾ 10 വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന വീണ്ടും ഒരു തുടർ ഭരണം അവർ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ശക്തമായ എതിർസ്ഥാനങ്ങളിലൊക്കെ വരുന്നവർ ആം ആദ്മി പാർട്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ദേശീയ തലത്തിൽ 3ാമത്തെ ഏറ്റവും കരുത്തുറ്റ ഒരു രാഷ്ട്രീയ പാർട്ടിയായി വളർന്നിരിക്കുകയാണ്. കാരണം അത് സാധാരണക്കാരുടെ രാഷ്ട്രീയ പാർട്ടിയാണ്. അപ്പൊ അതിനെ പോലും എന്നല്ല BJP ഗവൺമെന്റിനെതിരായി എന്ത് ചെയ്താലും അവരെ ED ആയിട്ടും CBI ആയിട്ടും ഒക്കെ അവരുടെ അന്വേഷണ ഏജൻസികളെ കൊണ്ട് പീഡിപ്പിക്കുന്ന, കഷ്ടപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഇവിടെ നടമാടുന്നത്. അതുപോലെ തന്നെ വീണ്ടും ഒരു തുടർഭരണം വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും വോട്ട് ചെയ്യാനുള്ള അവകാശം പോലും ഉണ്ടാവുമോ എന്നുള്ള ഒരു കാര്യവും നമ്മൾ ഏറെ ജാഗ്രതയോടെ നോക്കേണ്ടതാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ട് ഈ കാര്യങ്ങൾ നമ്മളെല്ലാം മനസ്സിലിരിക്കേണ്ടതാണ്. ഒപ്പം നമ്മൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളിലൂടെ ഞാൻ ഈ കുറച്ച് പറയുകയാണ്. ഇവിടെ BJP ഗവൺമെന്റ് അധികാരത്തിൽ 2014 വരുന്ന ഒരു സമയത്ത്, സാഹചര്യത്തിൽ, സന്ദർഭത്തിൽ നമുക്കൊക്കെ അറിയാം, ഗ്യാസ് കത്തിച്ചുകൊണ്ടുകൊണ്ട് വഴിയരികിൽ തീ കത്തിച്ച് അതിന്റെ മുകളിൽ തീ കത്തിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും പാചകം ചെയ്യുകയും ഏതാണ്ട് 350 രൂപ 400 രൂപ ഒരു കുറ്റി ഗ്യാസിന് വിലയുണ്ടായിരുന്നപ്പോൾ അത് വലിയൊരു ഭീകര സംഭവമാണ് എന്ന് പറഞ്ഞ് വീട്ടമ്മമാരെയും കുടുംബക്കാരെയും സാധാരണക്കാരെയും ബോധ്യപ്പെടുത്തി അവർ കേന്ദ്ര ഭരണം പിടിച്ചെടുത്തു. എന്നിട്ടെന്തായി? 1000-ലധികം രൂപയിലേക്ക് ഗ്യാസിന്റെ വില വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ പെട്രോളിന്റെയും ഡീസലിന്റെയും ഭീമമായ വിലയാണ് എന്ന് നമ്മയൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് മനസ്സിലാക്കി അധികാരത്തിൽ വന്നതിന് ശേഷം അതൊക്കെ ഏതാണ്ട് ഇരട്ടിയോളം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നമ്മൾ മനസ്സിലാക്കണം, ഇന്നൊക്കെ പെട്രോളിന്റെ വില, പെട്രോളോ പാചകവാതോ ഒക്കെ വളരെ തുച്ഛമായ വിലയ്ക്ക് വിൽക്കുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ റഷ്യ-യുക്രൈൻ യുദ്ധം ഉണ്ടായ ഒരു സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കണം. അതിൽ യൂറോപ്യൻ രാജ്യങ്ങളും മറ്റിതര രാജ്യങ്ങളും എല്ലാം റഷ്യയോട് ഉപരോധം ഏർപ്പെടുത്തിയ ഒരു സാഹചര്യത്തിൽ റഷ്യ എന്ന ഏറെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ പെട്രോളിയം ശേഖരമുള്ള ആ രാജ്യം, അവരുടെ ആ ഉൽപാദനം ശക്തമായ രീതിയിൽ നീങ്ങുന്ന ഈ സാഹചര്യത്തിൽ പെട്രോൾ എടുക്കുവാൻ ആരും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നപ്പോൾ ആ അവസരം മുതലാക്കിക്കൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് ഇന്ത്യൻ കറൻസി കൊടുത്തു. നേരത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്ന് ബൈക്കിലോട്ട് അല്പം ബൈക്കിലോട്ടാ മതി, കുഴപ്പമൊന്നുമില്ല. ഒരു വണ്ടിയൊക്കെ ഇട്ടാ പോരാ സഹോദര, 5 മിനിറ്റിന്റെ കേസേ ഉള്ളൂ. ഓക്കെ, കടയുടെ ഫ്രണ്ടിൽ നിന്ന് മാറിയിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല.
ഹലോ. അപ്പോൾ റഷ്യ യുക്രൈൻ യുദ്ധത്തോടനുബന്ധിച്ച് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വളരെ കുറഞ്ഞ ഒരു രീതിയിൽ ഇന്ത്യ വാങ്ങിയ ഒരു അവസരമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യൻ ഗവൺമെന്റ് ആവശ്യപ്പെട്ട വിലയ്ക്ക് ഈ പെട്രോളൊക്കെ ലഭിക്കുകയുണ്ടായി. അതായത് നിസ്സാര വിലയ്ക്ക്, അതായത് ഇന്ത്യൻ കറൻസി കൊടുത്ത് നമ്മൾ തന്നെ തീരുമാനിച്ച് ഇന്ന വിലയ്ക്കാണ് എടുക്കാം എന്ന് പറഞ്ഞുള്ള അവസ്ഥയുണ്ടായി. അപ്പോൾ അങ്ങനെ പെട്രോളിയം ലഭിച്ചപ്പോൾ ഏതാണ്ട് നമ്മൾ ഇപ്പോഴത്തെ കണക്ക് വെച്ച് 30 രൂപ എന്നൊക്കെ നമുക്ക് ലിറ്ററിന് പെട്രോൾ ലഭിക്കുമ്പോൾ ഇവിടെ ആ സമയത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും പാചകവാതകത്തിന്റെയും വില വർദ്ധിപ്പിക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഏറെ ഖേദകരമായ ഒരു കാര്യമാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഇവിടെയുള്ള പൊതുസമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു നിലപാടും ഇവിടെ ഒരു ഗവൺമെന്റും സ്വീകരിച്ചില്ല എന്നുള്ളൊരു ഖേദകരമായ കാര്യമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. BJP ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം പെട്രോളിൽ 50 രൂപയ്ക്കോ ഇന്നത്തെ സാഹചര്യത്തിൽ 50 രൂപ കേന്ദ്ര കൊടുക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിവിടെ 100, 107, 108 വിലയ്ക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മയൊക്കെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ അതിവിടെ സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലകളിൽ ഏറെ കഷ്ടപ്പെടുന്ന, ഏറെ പ്രതിസന്ധിയിലായി നിലകൊള്ളുന്ന ഇവിടെ കർഷക തൊഴിലാളികൾ അവരുടെ തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യാൻ ഇറങ്ങുമ്പോൾ തിരികെ വരുമെന്നുള്ള യാതൊരു അവസ്ഥയോ സാഹചര്യവുമില്ല. അപ്പോൾ അവിടെ കാട്ടാനയായിട്ടും കാട്ടുപോത്തായിട്ടും പുലിയായിട്ടും കടുവയായിട്ടും അവരുടെ ജീവനുകൾ കവർന്നെടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പോൾ അതിനുള്ള ഒരു ശക്തമായ നിലപാടുകൾ ഇവിടെ സംസ്ഥാന ഗവൺമെന്റ് കേന്ദ്രത്തെ കുറ്റം പറയുന്നു, കേന്ദ്രം സംസ്ഥാനത്തെ കുറ്റം പറയുന്നു. ആക്ച്വലി നമ്മെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ബെനിഫിറ്റ് നമ്മുടെ ജീവനുകൾ, നമ്മുടെ ഈ നാട്ടിലെ കേരളീയരുടെ ജീവനുകൾ അവിടെ കുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്ത നാളിൽ ഒരു കുടുംബത്തിലെ 5 പേർ മരണത്തിനിരയായ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ടല്ല. അതും ഇവിടെയുള്ള സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് വാടക കൊടുക്കാൻ മാർഗമില്ലാതെ, നമുക്കറിയാം കൊച്ചുകൊട്ടാരം എന്ന ഒരു പ്രദേശത്ത് ഈ കഴിഞ്ഞ ദിവസം നടന്ന ഒരു ദാരുണമായ മരണവും കൊലപാതകവും ഒക്കെ ഇന്ന് സാധാരണക്കാരനെ ഇവിടെ ജീവിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ സംജാതമായതിന്റെ പശ്ചാത്തലത്തിലാണ് എന്നുള്ള കാര്യം പ്രിയമുള്ള സുഹൃത്തുക്കളെ. അപ്പോൾ ആ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ 70-75 വർഷക്കാലമായിട്ടും നമ്മൾ ദാരിദ്ര്യത്തിൽ നിന്നും അതിദാരിദ്ര്യത്തിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യമാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ ഒരു സാഹചര്യത്തിൽ കേരളം പോലെ തന്നെ ഉള്ള മറ്റു പ്രദേശങ്ങൾ, ദുബായ് ആയിക്കോട്ടെ, സിംഗപ്പൂർ ആയിക്കോട്ടെ, ഇസ്രായേൽ വേണമെങ്കിലും ആയിക്കോട്ടെ, ഇതൊക്കെ അതിസമ്പന്നമായ ഒരു അവസ്ഥയിലേക്ക് തിരിച്ചു പറയുമ്പോൾ കേരളമെന്ന പ്രകൃതി വിഭവങ്ങളാൽ അതിസമ്പന്നമായ ഈ പ്രദേശം ഇത്രമാത്രം കടക്കണിയിൽ ഒരുപക്ഷെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും അധികം ദുരന്തമായ സാമ്പത്തിക ദുരന്തം അഭിമുഖീകരിക്കുന്ന ഒരു ദേശമായി ഈ കേരളം മാറിയതിന്റെ ഉത്തരവാദിത്വം ആർക്കാണ്? യാതൊരു സംശയമില്ല. മാറി മാറി ഭരിച്ച ഇടതുപക്ഷവും വലതുപക്ഷവും അതിന് സമാധാനം പറയണം. അവരുടെ അഴിമതിയിലൂടെ, അവരുടെ കെടുകാര്യസ്ഥതയിലൂടെ, അവരുടെ താല്പര്യമുള്ളവരെ പിന്മാറ്റൽ നിയമനങ്ങൾ നടത്തി അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവർക്ക് ശമ്പളങ്ങളും ആനുകൂല്യങ്ങളും മറ്റ് അലവൻസുകളും ബോണസുകളും, അവർക്ക് വാഹനങ്ങൾ, താമസിക്കാൻ വീടുകൾ, അങ്ങനെ ഇഷ്ടക്കാരെ മുഴുവൻ ക്യാബിനറ്റ് പദവി കൊടുത്തും അതുപോലെ തന്നെ അവരെ ചെയർമാനായി കിട്ടും, അതുപോലെയുള്ള ഉന്നത സ്ഥാനങ്ങളിലൊക്കെ നിയോഗിച്ചുകൊണ്ട് നമ്മുടെ നികുതി പണം കൊള്ളയടിച്ച് ദുരുപയോഗിച്ച് ഇന്ന് നമ്മുടെ ഖജനാവ് ഇത്രമാത്രം ദാരുണമായ വിധത്തിൽ തകരപ്പെട്ടതിന്റെ ഉത്തരവാദിത്വം ഈ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനുമാണെന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കാരണം പ്രിയമുള്ളവരെ, ഞാൻ ഇവിടെ ഇങ്ങനെ കുറ്റങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും BJPയും കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ട് മാത്രം നിന്നിട്ട് കാര്യമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വ്യാപാരി സുഹൃത്തുക്കളെ, വാഹന മേഖലകളിൽ തൊഴിൽ ചെയ്യുന്ന എന്റെ സഹോദരന്മാരെ, നിങ്ങൾ ഓർക്കുക, ഇതിനുണ്ടായ ഒരു പ്രതിനിധി. അതേ പ്രിയമുള്ളവരെ, ഇതിന് പ്രതിനിധിയായിട്ട് നമ്മൾ എന്നെ കാണുന്നത് ഇവിടെ കേന്ദ്രത്തിൽ ഡൽഹിയിൽ നമ്മുടെ ഇന്ദ്രപ്രസ്ഥം കൈയടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി സർക്കാരിന് മാത്രമേ, ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ ഇതിന് പരിഹാരം കാണുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാനിവിടെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. സഹോദരന്മാരെ, സഹോദരിമാരെ, അതുകൊണ്ട് ആം ആദ്മിയോട് തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കുവാനുള്ള ഒരു താല്പര്യം, ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിയോട് ചേർന്ന് ലയിച്ച്
ആം ആദ്മി പാർട്ടിയെ പരിണയിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടായെങ്കിൽ മാത്രമേ, അതോടൊപ്പം ഇതിൽ പ്രവർത്തിക്കുന്നവർക്ക് നിങ്ങൾ ഊർജമായി മാറണം, നിങ്ങൾ അവരുടെ ശക്തിയായി മാറണം. ആ രീതിയിൽ ഇതിന്റെ പ്രവർത്തകർക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങളും നിങ്ങൾ കൊടുക്കണം. ഒപ്പം നിങ്ങൾ ഇതിന്റെ പ്രവർത്തകരായി മാറണം. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് ഈ ആം ആദ്മി പാർട്ടിയുടെ ഈ നേതൃത്വത്തിന്റെ അല്ലെങ്കിൽ ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിക്ക് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും അധികാരത്തിൽ വന്ന് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ സംസ്ഥാന ഭരണം ഈ 2026 നമുക്ക് നേടിയെടുക്കുന്ന ഒരു രീതിയിലേക്ക് എത്തുവാൻ കഴിയണം. എങ്കിൽ മാത്രമേ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ മാറിയുള്ളൂ. തീർച്ചയായിട്ടും ഇങ്ങനെ ആം ആദ്മി പാർട്ടി കേരള സംസ്ഥാനത്തിൽ അധികാരത്തിൽ വന്നാൽ അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. തീർച്ചയായിട്ടും അതിനുള്ള ഇച്ഛാശക്തിയിലാണ് ഇവിടെയുള്ള പ്രവർത്തകരെല്ലാം, കേരളത്തിലുള്ള എല്ലാ പ്രവർത്തകരും നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വന്നാൽ ഇവിടെ വിദ്യാഭ്യാസം എന്നുള്ള വലിയൊരു ബാലികേറ മലയായിട്ട് ഇന്നത്തെ മാതാപിതാക്കൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. വിദ്യാഭ്യാസം സൗജന്യമായിട്ട് ലഭിക്കുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ലഭിക്കുന്നു. അതുപോലെ തന്നെ വൈദ്യുതി സൗജന്യം. നമ്മൾ വൈദ്യുതി എന്ന് പറയുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ വൈദ്യുതി ബില്ലുകളൊക്കെ നമുക്ക് എത്തി നിന്ന് അത് നോക്കി ഞാൻ ചങ്കടിച്ചു നിൽക്കുന്ന ഒരു സമയമാണ്. ഏതാണ്ട് 5000 രൂപയോളമാണ് വൈദ്യുതി ബില്ല് വന്നിരിക്കുന്നത്. അതുപോലെ ആ വൈദ്യുതി ബില്ലുകൾ സൗജന്യമായി വരുന്നു. വെള്ളത്തിന്റെ ചാർജ് അത് സൗജന്യമായി വരുന്നു. ഇങ്ങനെ സൗജന്യങ്ങൾ തന്നെ ഞാൻ വിളമ്പി പറയുകയല്ല. സാധാരണക്കാരന്റെ ഒരു കുടുംബ ജീവിതത്തിൽ ഒരു മാസം ഏതാണ്ട് 10,000 രൂപയിലധികം നമുക്ക് ഇന്നത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലകൾ നിയന്ത്രിച്ചുകൊണ്ടും ഈ രാഷ്ട്രീയ പാർട്ടി തീർച്ചയായിട്ടും സാധാരണക്കാരനെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു 15,000 രൂപയെങ്കിലും ഒരു മാസം നമുക്ക് മെച്ചം വരുന്ന രീതിയിൽ നമുക്ക് സാധാരണക്കാരന് ഇവിടെ ജീവിച്ചു പോകാവുന്ന ഒരു അവസ്ഥയിലുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടും. അപ്പോൾ വീണ്ടും നമ്മുടെ ഈ അടുത്ത പാലാ നിയോജക മണ്ഡലത്തിലെ കൊച്ചുകൊട്ടാരത്തിൽ നടന്നതുപോലെയുള്ള മരണങ്ങളോ ആത്മഹത്യകളോ ഇവിടെ ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഇവിടെ തീർച്ചയായിട്ടും ഈ മയക്കുമരുന്ന് മാഫിയ, ഇവിടെയുള്ള ചെറുപ്പക്കാർ, നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളുകളിലേക്ക് പോയാൽ നമുക്ക് സാധാരണ വീട്ടിൽ അവിടെ നമ്മുടെ വീട്ടിലെ തൊഴിലുകളൊക്കെ ചെയ്ത് നിൽക്കാൻ സാധിക്കും. കാരണം അവിടെ മയക്കുമരുന്ന് മാഫിയയ്ക്ക് തീർച്ചയായിട്ടും കൂച്ചുവിലങ്ങും ഇവിടുത്തെ ക്രമസമാധാനം കൃത്യമായി പരിപാലിക്കപ്പെടും. കാരണം ഇത് സാധാരണക്കാരന്റെ രാഷ്ട്രീയ പാർട്ടിയാണ്. അരവിന്ദ് കെജ്രിവാൾ എന്ന സാധാരണക്കാരോട് ചേർന്ന് നിൽക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ ഈ ആം ആദ്മി രാഷ്ട്രീയം തീർച്ചയായിട്ടും സാധാരണക്കാരന്റെ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്ന് നിങ്ങൾ വീണ്ടും ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഈ ആം ആദ്മി രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്ന് നിൽക്കുവാൻ, ഇവിടെ ഒരു ദൈവത്തിന്റെ സ്വന്തം നാടായി കേരളത്തെ മാറ്റുന്നതിന് വേണ്ടി തീർച്ചയായിട്ടും ഈ കേരളം നമുക്ക്, ഈ അക്ഷര കേരളം നമുക്ക് തീർച്ചയായിട്ടും അതിന്റെ ആ അന്തസ്സത്തെ കാത്തു സൂക്ഷിച്ച് ഒരു നന്മയുടെ നാടാക്കി മാറ്റുവാൻ, ഒരു മാവേലി നാടാക്കി മാറ്റുവാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എന്റെ വാക്കുകളെ സംഭവിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ മീറ്റിംഗ് പോയിന്റ് ചക്കാമ്പഴയാണ്.